ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞങ്ങൾ പോകുന്ന പോലെ ഈ വർഷവും വേളാങ്കണ്ണിക്ക് യാത്ര പോകുന്നുണ്ട്. ഈ വർഷം ഞങ്ങൾ വേളാങ്കണ്ണി പ്ലസ് കാന്തല്ലൂരാണ് പോകുന്നത്. കാന്തല്ലൂർക്ക് ആദ്യം ഇവിടുന്ന്, അത് കഴിഞ്ഞിട്ട് വേളാങ്കണ്ണിക്ക്. അപ്പോൾ രാവിലെ ഞങ്ങൾ ശനിയാഴ്ചയായിരുന്നു, ഫെബ്രുവരി ലാസ്റ്റ് ശനിയാഴ്ച ഞങ്ങൾ രാവിലെ ഇറങ്ങി. ഒരു 7 മണി 7:30 ആയപ്പോഴേക്കും ഇറങ്ങി. ഇത്തവണ ഞങ്ങൾ സ്പെഷ്യലായിട്ട് പൊതിച്ചോറൊക്കെ ആയിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്ന പൊതിച്ചോറ്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ അതേ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ കാറ് വരില്ല, അതുകൊണ്ടാണ് കേട്ടോ ഗൈസ് നടന്നു വരുന്നത്. അവിടെ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വണ്ടി കയറ്റാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളത് സൺറൈസൊക്കെ കണ്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു കോതമംഗലമൊക്കെ ആ ഇതേപ്പിക്ക് നിർത്തി. ഇവിടെയാണ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വീഡിയോ ഒന്നും എടുത്തില്ല, അതുകൊണ്ടാണ് ഞാനിതിൽ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. ആനപ്പുറത്ത് കയറുന്ന ഒരു ഡെസ്റ്റിനേഷനാണിത്. സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല സ്ഥലത്തിൻ്റെ പേരെന്താണ്. ഫ്രണ്ട്സാണ് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ആനപ്പുറത്ത് കയറാമെന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയത്. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. സ്വർഗവും നരകമൊക്കെ ഒരുമിച്ച് കണ്ടു. ആനപ്പുറത്ത് ഫ്രണ്ട്സോ ഞങ്ങൾ ട്രാപ്പ് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ അവൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ആനപ്പുറത്ത് അവിടെ കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിത് പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു സർപ്രൈസ് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഞങ്ങൾ ഫാമിലി മാത്രം. അപ്പോൾ ആര്യനെയും ലിൻഡോനെയൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ അവർ ഞങ്ങൾക്ക് സർപ്രൈസ് തന്നു. ഞങ്ങൾ പോകുന്ന വഴിയിൽ അവർ ഞങ്ങളെ വണ്ടി ഓവർടേക്ക് നിർത്തി. അവർ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ അവർക്ക് വേളാങ്കണ്ണിയിലേക്ക് വരുന്നില്ല, അവർ കാന്തല്ലൂർ മാത്രം ഞങ്ങളുടെ ഒപ്പം വന്നിട്ട് വൺ ഡേ സ്പെൻഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം പോകാൻ, അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് അവർ വന്നേക്കണേ. ഞങ്ങൾ ഭയങ്കര സർപ്രൈസ്ഡായിരുന്നു. ആക്ച്വലി ജെയ്സൺ ചേട്ടൻ അറിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വഴിയിൽ നിർത്തി ചോറൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് യാത്ര തുടർന്നു കേട്ടോ. അങ്ങനെ പോയി ഇപ്പോൾ നമ്മൾ മൂന്നാർ അപ്പോൾ ആ ഭാഗത്തൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഏകദേശം ചായ കുടിക്കേണ്ട സമയമൊക്കെ ആയപ്പോഴേക്കും അവിടെ നിർത്തി. തേയിലത്തോട്ടത്തിൻ്റെ നടക്കുന്ന ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആണ്, കാരണം പ്രൈവറ്റ് ഏരിയ ആണ്. അവരിങ്ങനെ കെട്ടി മൊത്തം വേലി കെട്ടിയേക്കാണ്. ഒരു ടീ ഷോപ്പിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലം ഫ്രീ ആയിട്ട് കണ്ടു. ആ ടീ ഷോപ്പും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ചായ കുടിക്കാൻ കയറി. ചായ, കോഫി, നൂഡിൽസും പിന്നെ ബ്രെഡ് ഓംലെറ്റൊക്കെ വാങ്ങിച്ച് പിള്ളേർക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് നീങ്ങി മൂവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആളില്ലാത്തൊരു ഏരിയ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ കയറാമെന്ന് വിചാരിച്ചു. എൻ്റെ കുഞ്ഞൂസ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടോ. ഈ ഫോട്ടോ എടുക്കുന്ന വീഡിയോഗ്രാഫർ കിച്ചു ആണ്, ആര്യയുടെ ഇളയ കൊച്ചിന്. ഇതാണ് കിച്ചു ആണ് ആ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അവരറിഞ്ഞില്ലായിരുന്നു ഞങ്ങൾ വീഡിയോ എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് കുഞ്ഞൂസ് കിച്ചുവിൻ്റെ അവരുടെ കാറിൽ കയറി. അവർ കിച്ചും കുഞ്ഞുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവർ കമ്പനിക്കാരായതുകൊണ്ട് അവരൊരുമിച്ച് കാറിൽ കയറിയപ്പോൾ ഞങ്ങൾ തൊട്ട് പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് അന്നൂസും അമ്മച്ചിയൊക്കെ പണി നന്നായിട്ട് വാള വെച്ചായിരുന്നു. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്താറായി. ഹണി റോക്ക് റിസോർട്ട് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഞങ്ങൾ നിൽക്കാൻ പോകുന്ന റിസോർട്ടിൻ്റെ പേര്. ആദ്യമായിട്ടാണ് ഒരു റിസോർട്ട് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വഴി. അപ്പോൾ ഞങ്ങൾ രാത്രിയാണ് എത്തുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വീഡിയോ ക്ലിയർ ആവാൻ വേണ്ടി രാവിലത്തെ വീഡിയോ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ്. ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ വഴി. രാത്രി ഈ വഴി കൂടെ ഒക്കെ പോയപ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നി. ദൈവമേ, ഞങ്ങൾ എങ്ങോട്ടാണോ വഴി തെറ്റിപ്പോയോ എന്നൊക്കെ ഭയങ്കര സംശയം തോന്നിയിരുന്നു. കാരണം ലൊക്കേഷനും കിട്ടുന്നില്ല, ഫുൾ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു അവിടെ. അവർ അങ്ങോട്ടേക്ക് വിളിക്കാനും പറ്റുന്നില്ല, അവിടെ നിന്ന് ആരും നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നില്ല. കുറച്ച് ഞങ്ങളൊന്ന് പേടിച്ചു. ചുറ്റിനും ഒരു മനുഷ്യനും ഇല്ലാത്ത ഒരു, നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ ഏരിയ ലൈറ്റൊന്നും ഇല്ലാതെ രാത്രിയിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. പക്ഷെ രാവിലെ നമ്മൾ അതിൻ്റെ നോക്കുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ കാന്തല്ലൂർ സ്പോട്ടിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.